ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ അധിക തീരുവയുടെ പേരിൽ അമേരിക്കയുമായുള്ള ബന്ധം ഉലയുമ്പോൾ മറുവശത്ത് ചൈനയുമായി ഇന്ത്യ കൂടുതൽ സഹകരണത്തിലേക്ക് പോവുകയാണ്. ചൈനയുടെ വിദേശകാര്യ മന്ത്രി വാങ്ങിയുടെ ഇന്ത്യൻ സന്ദർശനം പോസിറ്റീവായ നിരവധി തീരുമാനങ്ങളിലേക്കാണ് നയിച്ചത്. അതിർത്തി സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെട്ടതിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നയതന്ത്ര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുമായും കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ചർച്ചകളിൽ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുന്നത് മുതൽ വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ സുഗമമാക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും പ്രയോജനപ്പെടുന്ന തീരുമാനങ്ങൾ ഉണ്ടായി. ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനുള്ള തീരുമാനങ്ങളാണ് ചർച്ചയിലുണ്ടായത്. അതിർത്തി പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാനും വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാനും ഇരു രാജ്യങ്ങളിലെ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. ഈ മാസം അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നുണ്ട്. തിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നത്. ഈ യാത്രയ്ക്ക് മുന്നോടിയായിട്ടാണ് ചൈനീസ് പ്രതിനിധിയുടെ ഈ സന്ദർശനം. ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ക്ഷണവും ചൈനീസ് വിദേശകാര്യമന്ത്രി മോദിക്ക് കൈമാറി. ക്ഷണത്തിന് ഷീ ജിൻപിങ്ങിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തെ കാണാൻ താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് അറിയിക്കുകയും ഉണ്ടായി. അതിർത്തിയിൽ സമാധാനവും ശാന്തിയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. ഇരു രാജ്യങ്ങൾക്കും പരസ്പരം സ്വീകാര്യമായ പരിഹാരം കാണാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ചൈനീസ് സന്ദർശനത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജയശങ്കറുമായുള്ള വാങ്ങിയുടെ കൂടിക്കാഴ്ചയിൽ എത്രയും വേഗം നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാനും പുതുക്കിയ വ്യോമ സേവന കരാർ അന്തിമമാക്കാനും ഉൾപ്പെടെ നിരവധി സംരംഭങ്ങൾക്ക് അന്തിമ രൂപം നൽകി. കോവിഡ് മഹാമാരിയുടെ കാലത്താണ് നേരിട്ടുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചത്. നിയന്ത്രണ രേഖയിലെ സംഘർഷം രൂക്ഷമായതോടെ ഇത് തുടർന്നു. വിനോദസഞ്ചാരികൾക്കും വ്യാപാരികൾക്കും മാധ്യമങ്ങൾക്കും വിസ സൗകര്യം ഒരുക്കാനും ഇരുപക്ഷവും സമ്മതിച്ചു. അതിർത്തി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കടുത്ത പിരിമുറുക്കത്തിന് ശേഷമാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ US ഭരണകൂടം ഇന്ത്യക്ക് മേൽ അന്യായമായി ചുമത്തിയ അധിക തീരുവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തമാകുന്നത് എന്ന് ശ്രദ്ധേയമാണ്. US ഭരണകൂടത്തിന്റെ വ്യാപാര നയങ്ങൾ മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പൊളിച്ചെഴുതുന്നതിൽ നിർണായകമായിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ നിയന്ത്രണ രേഖയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണയായതിനു ശേഷമാണ് ഇന്ത്യയും ചൈനയുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുരോഗതി കൈവരിക്കാനായത്. വളങ്ങൾ, അപൂർവ ഭൂമിധാതുക്കൾ, ടണൽ ബോറിംഗ് മെഷീനുകൾ എന്നിവയുടെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി പുനരാരംഭിക്കാനും ചൈന സമ്മതിച്ചു. അതിനിടെ നയതന്ത്ര രംഗത്ത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നതിൽ അമേരിക്കയ്ക്ക് നന്ദി പറയണമെന്ന് ചൈനീസ് മാധ്യമമായ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ നയതന്ത്ര രംഗത്ത് വലിയ പുരോഗതി കൈവരിച്ചതായും യുഎസിന്റെ താരിഫ് സമ്മർദ്ദം മറ്റവസരങ്ങൾ നേടാനായിട്ടുള്ള അവസരമായിട്ടാണ് ഇന്ത്യയും ചൈനയും കാണുന്നതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.